വളരെ സാധാരണക്കാരൻ്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജിൽ അവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇനിയും താമസിക്കരുത് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമാണെങ്കിലും ഉപയോഗിക്കുന്ന കുട്ടി അകപ്പെട്ടിട്ടുണ്ടോ? കുട്ടി അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 പേർക്ക് പരിക്കുണ്ട്, കുട്ടി അകപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ഇത് ഇവിടെ ഈ നമ്മുടെ ഒരു കാര്യം മാത്രമാണോ? ഒരാൾക്ക് പോലും ഇവിടെ കുഴപ്പമുണ്ടാകാൻ പാടില്ല. കാരണം അവര് ഇവിടെ ചികിത്സ തേടി ഇവിടെ വരുമ്പോൾ ചികിത്സിക്കേണ്ട സ്ഥലത്ത് അപകടം നടന്നാൽ അതിനാരാ മറുപടി പറയുന്നേ? ആരെങ്കിലും മറുപടി പറയണ്ടേ? അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത്? ഇപ്പൊ സംഭവിച്ചിട്ട് ഒരു മണിക്കൂർ കൂടുതലായി, 1.5 മണിക്കൂറായി. അപ്പൊ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാൻ ഇനി 10 മിനിറ്റ് എടുക്കും എന്ന് പറയുന്നത് വിശ്വസിക്കാം. നമുക്ക് 10 മിനിറ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാം. പക്ഷെ ഇനിയും താമസിച്ചാൽ നമ്മൾ അതങ്ങനെ അരിക്കത്തില്ല പ്രതികരണം. അവിടെ ആൾക്കാർ ഇപ്പോഴും അവരുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒഴിപ്പിച്ചതിന് ശേഷം ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയാൻ എളുപ്പമാണ്. ഇതെങ്ങനെയാ ഇത് ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത്? അപ്പോൾ എന്തും പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് വിചാരിക്കും. അവിടെ പാത്രങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, അവിടെ കുടയിരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അതിന്റെ മേളത്തെ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുക. എന്നിട്ട് പറയാ ഒഴിഞ്ഞ കെട്ടിടം ഇടിഞ്ഞു വീണു. എങ്ങനെ ഇത് അംഗീകരിക്കാൻ പറ്റും? ഇത് ആരെങ്കിലും ഒരു മറുപടി പറയണ്ടേ? ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നു. ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക സർക്കാർ. കാരണം എന്താ, ഇവിടെ താഴെ ആൾക്കാർ താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കയറി നോക്കിയേ, നിങ്ങൾ കയറി നോക്കി മനസ്സിലാവും. ഈ തകർന്ന് വീണ കെട്ടിടത്തിന് താഴെ വാർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയല്ലേ? ഇവിടുത്തെ മാധ്യമങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ? കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ? ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അത് ഒഴിഞ്ഞ കെട്ടിടമെന്ന് പറയുവാൻ, അത് ഒഴിഞ്ഞു മാറുവാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ മനസ്സിലാക്കുന്ന HMC പോലും കൂടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിങ്ങനെ വിടാൻ സാധിക്കത്തില്ല. ഇത് ശക്തമായ പ്രക്ഷോഭം മെനഞ്ഞാന്ന് ഇവിടെ നടന്നു. ഇതിലും ശക്തമായ പ്രക്ഷോഭം നടക്കാൻ പോകും. അത് പ്രക്ഷോഭം മാത്രമേ വഴിയുള്ളെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞ് കള്ളം പറയുന്നു. ഈ കള്ളം പറയുന്ന ആരെ വഞ്ചിക്കാൻ? സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങൾ തന്നെ പോയി നോക്കൂ, എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെ ഒഴിപ്പിച്ചു ഈ സംഭവം നടന്നപ്പോൾ. അതൊരു വാർഡായിട്ട് പ്രവർത്തിക്കുക. ആ വാർഡ് താഴെയുണ്ട്, അങ്ങോട്ടാ വീണെങ്കിലോ? മാത്രമല്ല ഇവിടെ ഒരു കൃത്യമായ അന്വേഷണം, ഇവിടെ ഈ സാധനങ്ങൾ നീക്കം ചെയ്യുവാൻ ഇനിയും വൈകാൻ പാടില്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതിന് ഒരു താമസവും ഇനി ഉണ്ടാകാൻ പാടില്ല. രക്ഷാപ്രവർത്തനത്തിന് പോലീസും ഫയർഫോഴ്സും ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ല. അവർ ആക്ട് ചെയ്യണം. സമയം വൈകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക.